റവ കൊണ്ട് ഇങ്ങനൊരു പലഹാരം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കി കാണില്ല. സംഭവം സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്കിത് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ജാറിലേക്ക് 1½ കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഗ്രാമിൽ പറയുന്നതാണെങ്കിൽ 300 ഗ്രാമോളം കാണും. ഇതാദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് മിനുസപ്പൊടിയായിട്ടൊന്നും ഇത് പൊടിച്ചെടുക്കാൻ പറ്റില്ല. ഒരല്പം തരിതരിപ്പായിട്ട് തന്നെയാണ് ഉണ്ടാകുക. പൊടിച്ച് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരം റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നെയ്യാകുമ്പോഴാണ് രുചി നല്ലപോലെ കൂടുക. കൂടെ തന്നെ 2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. പക്ഷേ ആദ്യമേ നിങ്ങൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ടൊരു 2 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ കുഴച്ചെടുത്തോളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളും. ഇതുപോലെ കൂട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നിന്നും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം പലകയിൽ വെച്ച് നമുക്ക് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ എണ്ണയോ പൊടിയോ ഒന്നും തന്നെ ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിൻ്റെ അരികുകളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാണാനൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ കുഞ്ഞു സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നടുവേ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ റെക്ടാങ്കിൾ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്താൽ ആദ്യം അനക്കാൻ നിൽക്കേണ്ട. കുറച്ച് കഴിയുമ്പോൾ അത് എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു സമയത്ത് മാത്രം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടാൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ മധുരത്തിലാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. മധുരത്തിനായിട്ട് ശർക്കരയാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർത്തിട്ടുണ്ട്. ഗ്രാമിൽ പറയുകയാണെങ്കിൽ 120 ഗ്രാമാണ് ഉണ്ടാകുക. അതിലേക്ക് 1/4 കപ്പ് വെള്ളമൊഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾക്കൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് 1 നൂൽ പരുവത്തിനും 2 നൂൽ പരുവത്തിനും ഇടയിൽ വരുന്ന ആ ഒരു സമയം വരെയാണ് ശർക്കര പാനി ആക്കേണ്ടത്. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഈ ഒരു പാത്രം മാറ്റി വയ്ക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ട് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ശർക്കര ഉപ്പേരിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. എല്ലാ ഭാഗത്തേക്കും ശർക്കര പാനി എത്തുന്ന രീതിക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ പൊടിഞ്ഞു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായിട്ട് കോട്ടായിട്ട് വരും. ഇതിനി നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കുറേ കാലം നിന്നോളും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയൂ കേട്ടോ.